പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അതാണ് നമ്മുടെ പോയിന്റ്. ഇത്രയും നാൾ ഞാൻ എഴുതിയ OET IELTS അവിടെ പോയി ഞാൻ ഫ്ലാപ്പ് എഴുതിയ എല്ലാം സിമ്പിളായിരുന്നു. ഫ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ തോറ്റുപോയി. ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മദ്രാസ് എഴുതിയ പരീക്ഷയാണ്. അപ്പം ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും. അത്രക്ക് മോശമായിരുന്നു എന്ന് പറയും. നീ തോക്കുമോ ജയിക്കുമോ എന്ന് തീരുമാനിക്കണം നീയല്ല, ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത് അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം. പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ്. അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത്, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന്, അതായത് ബട്ട് ബൈ ഗ്രേസ്. അവസാനത്തെ പരീക്ഷ എൻ്റെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ ദൈവത്തിലെ ഓരോ തകർച്ചയും, ഓരോ തരത്തിലുണ്ടാകുന്ന നമ്മൾക്ക് വരുന്ന തട്ടുകേടുകളും നമ്മുടെ സാഹചര്യം എന്തുമാത്രം ബലഹീനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൃപ പ്രവർത്തിക്കാൻ കാലമായി നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യാശ. മനസ്സിലായ മക്കളെ? ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറി ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും ശരിയാവുന്നു. അത് ശരിയല്ല, അത് ആ മരുന്നല്ല, ഇനി മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കണം, അതുവരെ കൊച്ചുണ്ടാകുമെന്ന് പറ്റില്ല, വെൻ്റലേറ്റർ കേറ്റർ ചെയ്യണം, ഉപ്പിട്ടേക്കാൻ പറയും. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിലൂടെ നമ്മൾ പോണത്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ കാര്യം? ആ ഉടമ്പടി ജെനുവിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പരിശുദ്ധാത്മാവ് വരും. കാര്യം ഉടമ്പടി ഗൈഡ് ചെയ്യണമെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉടമ്പടി സംരക്ഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വരും. അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിക്കില്ലാതെ നിറവേറ്റാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ, എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ജെർക്കിംഗ് ഒക്കെ വരുന്നതും? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബമ്പേ കയറും, ഹമ്പേ കയറും, പിന്നെ വണ്ടി വിറക്കും, പലതരത്തിലുള്ള തുള്ളലൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചില സമയത്ത് റോഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകണതാണ്, അല്ലേ? റോഡിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഹമ്പും തുള്ളലൊക്കെ ഉണ്ടാകണത്. ഇതുപോലെ നമ്മളുടെ ഉടമ്പടി റോഡ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളിതൊരു ടൈം പാസ് പോലെ ചെയ്യും. കൂട്ടുകാർ വന്നപ്പോൾ എൻ്റെ വണ്ടിയെ കൂടി കയറിപ്പോയി, എന്നാൽ ഞാനും മെനെന്ന് പറയും. ഉടമ്പെടുക്കണമെന്നവർക്കൊരു ബോധമില്ലേ? ഞാനൊരു കോമഡി പോലെയാണ് ഉടമ്പെടുത്തെന്നൊക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുവിടാ. കോമഡി പോലെ ഉടമ്പെടുത്ത ദൈവം പിന്നെ കാലെപ്പിടി നിലത്തിട്ടിങ്ങടാ.
പിന്നെ അടിയൊക്കെ കൊണ്ട് വെറുതെ ചുമ്മാ വന്ന് അവസാനം മുങ്ങി വന്ന് തിരങ്ങി നിൽക്കണ കാണാം ഇന്നലെയൊക്കെ. സാക്ഷ്യം പറയുമ്പോൾ ഓക്കെ ആവില്ല. പക്ഷെ എന്നാൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷണത്തിനും ഉടമ്പടി ഉപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് റിലേഷനാണ്. ദൈവം ഇതിൽ നിന്ന് ഒത്തിരിയേറെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ വരുന്നത് എന്താണ് ഉടമ്പടി ക്രൈസിസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ ക്രൈസിസ് ഓഫ് ദി കവനൻറ്റ്? നിങ്ങളുടെ വഴി ഒന്ന്, ദൈവത്തിൻ്റെ വഴി വേറെ ഒന്ന്. ബുദ്ധിയുള്ള ജ്ഞാനി ദൈവത്തിൻ്റെ വഴികളെ പെട്ടെന്ന് സക്ക് ചെയ്യും. ബുദ്ധിയില്ലാത്ത ജഡികൻ ഇത് മനസ്സിലാക്കാതെ അവൻ്റെ വഴിയെ തന്നെ പോകും. അതുകൊണ്ടാണ് ഉടമ്പടി തുള്ളണത്. ചില ആൾക്കാർക്ക്, ചിലർക്ക് തുള്ളത്തില്ല. എന്തെല്ലാം ഉടമ്പടി പരാജയപ്പെട്ടാലും ഈ അൾഡിനെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും. കരയും, അത് അമ്മയുടെ അടുത്ത് മാത്രമേ കരയത്തുള്ളൂ. വേറെ ഇഷ്യൂസൊന്നുമില്ല. അവളുടെ പ്രവർത്തനങ്ങൾക്കോ ഉടമ്പടി ജീവിതത്തിനോ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരണത്, നിങ്ങളുടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണല്ലോ. നിങ്ങൾ ഓർത്തിരിക്കണത് ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി യൂദാസ് പുരാളിൻ്റെ വെട്ടിക്കൊണ്ടുപോയി അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിടുമ്പോൾ ഉടനെ ഇതെല്ലാം സംഭവിച്ച് പിറ്റേ ആഴ്ച ഒരു സാക്ഷി കഥ എഴുതി കൊടുക്കുമ്പോഴുള്ള സിമ്പിൾ പരിപാടി അല്ല ഇത്. നിങ്ങൾ കൈ കൊടുക്കണം ദൈവമായിട്ടാണ്. അത് ദൈവം ഉൽപ്പത്തി പുസ്തക കാലം മുതൽ രൂപപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള റിലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും. ഉടമ്പടി ഒരു ചൂണ്ട അല്ല. ദൈവമായിട്ട് കണക്കാക്കി ചെയ്താൽ ദൈവം പറയും, ഈ വിനിമയത്തിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എന്താ കിട്ടണമെന്ന് നോക്കും. ഇതെല്ലാം നീ നേടിയിട്ട് അവസാനം നീ ഭൂമി നിത്യതയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉടമ്പടി നഷ്ടമായിരിക്കും. ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി മനുഷ്യന് എപ്പോഴും അഭിവാഞ്ചം ഉണ്ടാകും. അപ്പം ലോകം മുഴുവൻ നേടിയാലും എന്താണ്, ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഉടമ്പടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോകത്തിൻ്റെ ഇപ്പോൾ എഴുതിയിരിക്കണം മുഴുവൻ ലോകകാര്യങ്ങളല്ലേ. വീട്, ജോലി, വിവാഹം, എല്ലാം മക്കൾ, എല്ലാം ലോകകാര്യങ്ങളല്ലേ. അപ്പോൾ ഈശോ ചോദിക്കും, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവും നഷ്ടപ്പെട്ട ഇതെല്ലാം കിട്ടി. ഉടമ്പടിയിൽ 6 കിട്ടി. പിന്നെ ഉടമ്പടി വെച്ച് കിരിക്കുത്തുകാരനെ പോലെ എല്ലാം ആടിയൻ ഒരു പൂവൊരു ക്ലാവറെന്ന് പറഞ്ഞ് വെച്ച് എല്ലാം അടിച്ച് മിന്നിച്ച് 7 കിട്ടി. 4 ഉടമ്പടിയും കഴിഞ്ഞ് 4 സാക്ഷ്യം പറഞ്ഞ് ലോകം മുഴുവൻ നേടി. നീല ഉടമ്പടിയും തുള വെച്ചുകൊണ്ട് ചിറക്കണ ചില ഈ പിശാചുക്കളുണ്ട്. നീല ഉടമ്പടിയാണ്. ഞാൻ ചോദിച്ചത് ആരാണ്? നിങ്ങൾ ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. മാതാവേ, നീല ഉടമ്പടിക്കാർക്ക് ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ദൈവം നിങ്ങളെ കാണണേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് വണ്ടി വിട്ടൊക്കെ പറയും. അത് ഉടമ്പടിക്ക് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി ഇരിക്കുകയാണ്. പത്രം മേടിച്ച് കൊടുത്താൽ മതിയില്ല, പുതുക്കി കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഈ തീറ്റ കൊണ്ട് ചീച്ചേനെ വേഗത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവത്തിന് എന്താ കിട്ടുന്നത്? ദൈവം തന്ന ആത്മാവിൽ നിങ്ങൾക്ക് കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ലാഭം. ഈ കച്ചവടത്തിൽ, വിനിമയത്തിൽ ദൈവത്തിൻ്റെ ലാഭം എന്താ? നിങ്ങളുടെ ആത്മാവിന് കൃപ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് കൃപയെന്ന് പറയണത്. നിങ്ങളുടെ ആത്മാവ് മുമ്പത്തേക്കാൾ ദൈവശക്തിയിൽ നിറഞ്ഞോ? ഈ ദൈവശക്തി നിറയാൻ വേണ്ടി എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പരീക്ഷണം നമ്മളെ ബലഹീനമാക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ബലഹീനമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബലഹീനമാകണത് പലപ്പോഴും. എന്തുകൊണ്ടാണ്? 2 Corinthians 12:9 ബലഹീനതയിലാണ് പറഞ്ഞേ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ ആത്മാവ് കൃപ ധരിക്കുന്നത് എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും, ഭൗതികമായ ലോസിലായിരിക്കും, ഭൗതിക നേട്ടത്തിലല്ല. അത് തന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്നൊരു 30 മേനി 60 മേനിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? ഭൗതികമായ കോട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ബലഹീനമാകും. അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കും.
അതാണ് കൃപയെന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് കുറച്ച് 15:10 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവസാനം നീ പൗലോസിനെ പോലെ പറയണം. എന്താണ്? 1 കൊരിന്ത്യർ 15:10 ഒന്ന് പറഞ്ഞേ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മവിശ്വാസം ആദ്യം അടിച്ചു കളയണം. നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ തറവാട്ട് മഹിമയാണ്. ഞാൻ എന്തായിരിക്കുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തതാണ്. ചില ആൾക്കാർ അപ്പനോടും അമ്മയോടും പറയത്തില്ലേ, നിങ്ങളിങ്ങനെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ബുദ്ധി ഉണ്ടായി, ഞാൻ പഠിച്ചു, നിങ്ങളുടെ മകൻ പഠിച്ചില്ല, അത് ഞാൻ എന്ത് ചെയ്യണം? ഉടമ്പടി എടുത്ത് കാനഡയിൽ പോയിട്ട് തള്ളണേ. എന്താ പറയണത്? എടീ, അവൻ തേരാപ്പറ നടക്കണില്ലേ, അവൻ പഠിക്കാനുള്ള കാശ് കൊണ്ടാണ് നീ പഠിപ്പിച്ചത്. ഇപ്പം അവൻ താമസിക്കാനുള്ള വീടും നീ പുര കടപ്പെടുത്തി എടുത്ത് അവനിപ്പം പെണ്ണും കിട്ടണില്ല. നീ ആണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണം, ആരാണ്ടോട് കറങ്ങി കിടക്കണം, സായിപ്പോട് കറങ്ങി കിടക്കണമെന്ന്. അമ്മയോട് ആരാണ്ട് പറഞ്ഞാൽ തെറ്റാശരിയാന്ന് അറിയാൻ പാടില്ല. അമ്മയും മകളും തമ്മിൽ കോർക്കും. അപ്പനും അമ്മയും മകളും അപ്പനൊരിക്കൽ അപ്പം ഭയങ്കര കാര്യത്തിൽ ഭയങ്കര അപ്പന്മാരാണ് ചില പെമ്മക്കളൊക്കെ നശിപ്പിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പന്മാർ പെമ്മകൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മ ശാസിച്ചാലും ഇടി അവളെ വഴക്കുണ്ട്, അവളെ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ അപ്പന്മാരും ഈ പെമ്മക്കളെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഇനി അപ്പന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുക? നിങ്ങൾ അപ്പന്മാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നശിപ്പിച്ചു, കളഞ്ഞു കുളിച്ചെന്ന് പറയാം. എന്ന് വെച്ചാൽ മകളുടെ വഴി തെറ്റിപ്പോകുമ്പോൾ അമ്മയും പെണ്ണായത് കാരണം അമ്മയ്ക്കറിയാം ഇവളുടെ നടപ്പ് സ്റ്റെപ്പ് തെറ്റുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മ ഉടനെ ഓരോ കാര്യം എടുത്തിടും. തിടി പിന്നെ നാട്ടുകാർക്കോട് പറയിപ്പിക്കരുത് കേട്ടാ, നാട്ടുകാർക്കോട് പറയിപ്പിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാനിപ്പോൾ അത് ചോദിക്കണില്ല. അപ്പനിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ഇവളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് 2 തരം കണ്ണീരെടുത്ത് ചോറ് വെള്ളിട്ടും അവൾ കൈ കഴുകാതെ പോയിരുന്നിട്ട് പോകും. അവൾ പോയി. നിനക്ക് വല്ല കാര്യമുണ്ട് അവിടെ കരുത്തേക്ക് കയറാൻ? പാവം മകളെ വാടി കഴിക്കടിയെന്ന് അപ്പം പറയും. പോരെ, അപ്പൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി കള്ളക്കണ്ണീരായിരുന്നത്. അവളുടെ തോന്നിയ വാസത്തിന് അപ്പൻ്റെ ലൈസൻസ് വാങ്ങിച്ച് അമ്മയെ അടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയുള്ള പ്രകൃതം കാണിച്ചിരിക്കുന്നത്. അതിന് അപ്പം കൂട്ടി നിൽക്കും. അപ്പം അമ്മ അവിടെ നിസ്സഹായായി. അപ്പനും അമ്മയും കഴിഞ്ഞുള്ള ഈ അഭ്യാസം കാരണം ഇവളെന്ത് ചെയ്ത് ഇപ്പം എന്ത് ചെയ്ത് ആങ്ങൾക്ക് പെണ്ണുമില്ല, ജോലിയുമില്ല, അവരിങ്ങനെ മുടിയും വെള്ളത്തിൽ കഞ്ചാവും അടിച്ച് നടക്കുകയാണ്. കാര്യം എന്താണ്? കുറിച്ചൊരു കാര്യമുണ്ടാ? ഈ അപ്പനും അമ്മയും ഈ പെങ്ങളും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ 10-35 വയസ്സായി. പെണ്ണ് കിട്ടുമ്പോൾ ചെറുക്കൻ എന്താ ജോലി? വീട് സ്ഥലവും മകളുടെ ജോലിന് വേണ്ടി വിദ്യാഭ്യാസ ലോണിന് വീട് വെച്ചിരിക്കുകയാണ്. ആരടക്കും? അവളടക്കണില്ല. കുടുംബം നശിപ്പിച്ച് കളഞ്ഞു. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടേ. ഈ ദുഷ്ട ഉദ്ദേശത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചില മുട്ട പൊരുന്നാതെ ചീഞ്ഞു പോകത്തില്ല, അതുപോലെ ഉടമ്പടി ചീഞ്ഞു പോകും. കാര്യം എന്താ? നിങ്ങളുടെ കൈയിരിപ്പ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നോക്കണത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നേട്ടം നോക്കുന്നു. ദൈവം എന്ത് നോക്കുന്നു? നിങ്ങളുടെ കൃപയുണ്ടാകുമോ എന്ന് നോക്കുന്നു. കൃപയുണ്ടാകത്തില്ലാത്ത വർഗമാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹകരിക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ തന്നെ പ്രാർത്ഥന നിരക്കുന്ന പണ്ടാരമാണെങ്കിൽ ദൈവം ആ ചീട്ട് കീറും. നീ എങ്ങനെയും പോയി ജീവിച്ചോളാൻ പറയും. ഞാനിവിടെ പട്ടിക്കും കഴുതയ്ക്കും പൂച്ചയ്ക്കും എല്ലാം തീറ്റി കൊടുക്കുന്നുണ്ട്, അതുങ്ങളൊക്കെ പെറ്റ് പെരുകുന്നുണ്ട്, നീയും പെറ്റ് പെരുകും, നിനക്കും ജോലി കിട്ടും, പക്ഷെ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറയും. എന്താ കാര്യം? നിത്യതയിൽ നിനക്ക് ഓഹരിയിലെന്നാണ്, കൃപയിലെന്നാണ്. നിനക്ക് അനുഗ്രഹമുണ്ട്, ദാറ്റ്സ് ഓക്കെ. അതിവിടെ അനുഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? PSC ഒക്കെ ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാം ദൈവവിശ്വാസികളാണ്. നിങ്ങളവർക്കത് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയാണ്. ദൈവം കസേര വിട്ടിരിക്കണമെന്ന് വിചാരിക്കരുത്. ദൈവം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിന് ശേഷം നിത്യതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓഹരി കിട്ടുമോ? അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ നേട്ടമാണ്. ഇത് തമ്മിൽ സംഘർഷം ഇടയ്ക്ക് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കും ചില സമയത്ത്. ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം.
അപ്പം നിങ്ങൾ ദൈവം ഒരു 30 മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും. അവസാനം നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് നിങ്ങളെ തോൽക്കണ സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും. എന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. അതാണ് എൻ്റെ വിഷയം. ദൈവം നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി, എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും, ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും. കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം മരണം. അപ്പോൾ ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അവൻ പരപിതാവ് ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർപ്പിച്ചുവെന്നുമാണ് നാം വിശ്വസിക്കണത്. അവനെ വിശ്വസിക്കുന്ന, ഉയർപ്പിൽ വിശ്വസിക്കുന്ന കാരണം നമ്മൾ മരിക്കുകയില്ലെന്നും നമുക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വിശ്വസിക്കണമെന്ന് നീ പറഞ്ഞാൽ ദൈവം അത് വരവ് വെക്കത്തില്ല. അവിടെയാണ് പ്രശ്നം. നീ ഞാനും പറയും വിശ്വാസ പ്രമാണം ചെല്ലും, എന്താ കുഴപ്പം? ഒരു പുസ്തകം മേടിച്ച് ചെല്ലിയാൽ മതിയാ, അതുകൊണ്ട് കഥയില്ല. നിൻ്റെ കയ്യിലൊക്കെ വിശ്വാസ പ്രമാണത്തിന് പുസ്തകമില്ലേ? അത് നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കേണ്ട കാര്യമുണ്ട്, അവൻ്റെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് പ്രശ്നം. മരണം പ്രഖ്യാപിക്കാതെ, യേശുക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കാതെ സ്വന്തം സഹനങ്ങളിൽ കർത്താവിൻ്റെ സഹനത്തെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ നാമത്തിൻ്റെ മഹത്വത്തോടെ കൂട്ടുവെച്ചുകൊണ്ട് അത് കൃപയാക്കാത്ത ഒരു മരണപ്രഖ്യാപനവും ദൈവം അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് വചനം പറയണത്? 2 Corinthians 4:10 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 Corinthians 4:10 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പറഞ്ഞേ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ മരണം സംവഹിക്കുന്നതാണ് ഉയർപ്പ് വിശ്വസിക്കുന്നതിൻ്റെ ആദ്യ പടി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് രോഗമില്ല, എനിക്ക് തകർച്ചയില്ല, പരാജയമില്ല എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിൻ്റെ ജീവിതത്തിലില്ല. ദാറ്റ് മീൻസ് യു ആർ നോ. നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൻ്റെ പ്രോസസ്സ്, നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ 9ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാത്തതെന്ന് പറയും. അയ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അയ്യോ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പിന്നെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുമില്ല. പിന്നെ എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സാക്കണത്. അപ്പോൾ വല്ലയിടത്തും കള്ള സെറ്റ് വരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ലോ. പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിച്ചിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിരിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ. ആ കൊമ്പരാടിയുടെ അത് വെറുതെ കളിയാക്കി പറഞ്ഞാണത്. പക്ഷെ ഇതുപോലെ നിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ്. അപ്പം കർത്താവ് ചോദിക്കും അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ ക്ലേശങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. എൻ്റെ ദൈവത്തെ നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്കുന്ന നേട്ടമാണ്. ക്രിസ്തു തന്നെ നിനക്ക് നേട്ടമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. എൻ്റെ പേര് എൽദോ എന്നാണ്. എൻ്റെ വീട് പിറവത്താണ്. പിറവം വലിയ പള്ളി ഇടവകയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 6 2022 കഴിഞ്ഞ മാസമാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
എൻ്റെ 5 വയസ്സുള്ള എൻ്റെ ഈ മോളുടെ ഒരു രോഗ സൗഖ്യത്തെക്കുറിച്ചാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 2015 കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ ഗർഭിണിയായെങ്കിലും അവൾക്ക് ഒരു ട്യൂബക്ടമിയിലായിരുന്നു ആ പ്രഗ്നൻസി. അതോടുകൂടി അവളുടെ ആ കുഞ്ഞ് അബോർട്ടായി പോവുകയും അവളുടെ ആ ഒരു ട്യൂബ് തന്നെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് കുട്ടികളുണ്ടായില്ല. ഒരുപാട് നേർച്ചയും വഴിപാടും കഴിച്ചതിന് ശേഷം ഉണ്ടായതാണ് എൻ്റെ ഈ കുഞ്ഞ്. ഓഗസ്റ്റ് മാസം തുടക്കം മുതൽ ഇവൾക്ക് കുറച്ച് പനിയും ജലദോഷവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 25 ഇവളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ന്യൂമോണിയയുടെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ കൂടെ വയറ്റ് വേദനയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് വയറിൻ്റെ ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വയറൊന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വയറ്റിൽ കിഡ്നി റൈറ്റ് സൈഡിൽ കിഡ്നിയുടെ മുകളിൽ ഒരു മുഴയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് അൾട്രാസൗണ്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് ഒരു CT സ്കാനുകൾ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻ്റ് എല്ലാം. അപ്പോൾ ഈ CT സ്കാൻ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു മാസ് ഉണ്ട്, പക്ഷേ ആ മാസ് ക്യാൻസറിൻ്റെ ഒരു ആണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ലണ്ടനിലാണ്, അവൾ നേഴ്സാണ്. അവൾ പോയിട്ട് 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ അവൾ നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അവളുടെ ഡോക്ടർമാരെ കാണിച്ചു. എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചി കുവൈറ്റിൽ നേഴ്സാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നത് പിള്ളേരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. എൻ്റെ ബാക്കി 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരും നേഴ്സുമാരാണ്. അപ്പോൾ അവരെ അയച്ചു കൊടുത്ത് അവർക്ക് അറിയാവുന്ന ഡോക്ടർമാരോട് കാണിച്ച് ഡോക്ടർമാരെല്ലാം പറഞ്ഞത് തന്നെ ഇത് അല്പം പേടിക്കേണ്ട രീതിയിലുള്ള ഒരു മുഴയാണ്, എന്തായാലും അധികം താമസിക്കാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് മാസം 30 ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ന്യൂമോണിയ മാറി ഡിസ്ചാർജ് ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കൊച്ചാണ്, അധികം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഒരു 10 ദിവസത്തോളം നിങ്ങൾ റെസ്റ്റ് എടുത്തു ന്യൂമോണിയൊക്കെ മാറാൻ വേണ്ടി. അപ്പോൾ 10 ദിവസം നിങ്ങൾ തിരിച്ചു വരണം, എന്നിട്ട് എന്താണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം, നമുക്ക് ഫർദർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ മുഴ അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഭയങ്കര ചബ്ബിയാണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുമ്പോഴും ഇവൾ കട്ടിലെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ഡോക്ടർ പറയുന്നത് ഓപ്പറേറ്റ് കളയണം, എന്നിട്ട് പറ്റുമെങ്കിൽ കീമയോ അല്ലെങ്കിൽ ഈ ക്യാൻസർ അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് തകർന്നു പോയി. ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ പിള്ളേരുടെ വാർഡിൽ ഓരോ മുക്കിലും മൂലയിലും എൻ്റെ കണ്ണീരുണ്ടാകും. അതുപോലെ ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അസുഖം കൊടുക്കൽ, എനിക്ക് അവളെ ക്യാൻസർ എന്നല്ല, അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും എനിക്ക് താല്പര്യം, ഒരു മരുന്നും കൊടുക്കാണ്ട് ഞാൻ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് പോരാൻ നേരത്ത് അവർ ഞങ്ങൾക്കൊരു ബില്ല് തന്നു, ഒരു പേപ്പർ തന്നു. അപ്പോൾ അതിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ എത്ര രൂപയാവും എന്നുള്ള കാര്യങ്ങളും എപ്പോൾ ചെയ്യണം, അപ്പോൾ ഡോക്ടറോട് 10 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളവിടുന്ന് ഞങ്ങൾ ഡോക്ടർ അവരുടെ റിസപ്ഷനിൽ ചോദിക്കാനാണ് പറഞ്ഞു. ഞങ്ങളവിടെ റിസപ്ഷനിൽ ചോദിച്ചില്ല എത്ര രൂപയാകുന്നു, അല്ലെങ്കിൽ അടുത്ത 10 ദിവസം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കൃപാസനത്തിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. ഭാര്യയുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ മമ്മിയും പറഞ്ഞു നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, മമ്മി നല്ല വിശ്വാസിയാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് കൃപാസനത്തിൽ പോകാം, മാതാവ് അവളെ സൗഖ്യമായിക്കോളെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഞങ്ങൾ സെപ്റ്റംബർ 6 ഇവിടെ വന്ന്, കഴിഞ്ഞ മാസം സെപ്റ്റംബർ 6 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിന് വേണ്ടി അവൾക്കൊരു ആപത്തും ഉണ്ടാവില്ല, ആ മുഴ അത് ഓപ്പറേഷനോ ഒന്നും, ഞാൻ പ്രാർത്ഥിച്ചത് ആ മുഴ ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നൊന്നും വേണ്ട, മാതാവ് തന്നെ ആ മുഴ മാറ്റി തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടിയിലെ കൗൺസിലേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു. മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിച്ചു. അച്ഛനെ കാണുന്ന എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ കാണുന്ന സാക്ഷ്യങ്ങളിലൊക്കെ അച്ഛൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ അച്ഛനെ കാണുന്ന വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ മാസം 21 വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ വൈഫ് ഈ കാര്യം അറിഞ്ഞിട്ട് അവളുടെ കൂടെ 5-6 കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഇവർക്ക് വേണ്ടി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അവരെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മാസം ഒക്ടോബർ 7 ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചി വന്നത് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ വേറെ ആരും ഇല്ല കൂട്ടുന്നത്, കാര്യം വേണ്ടിയാണ് ചേച്ചി വന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ ഇങ്ങോട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാൻ റൂമിലേക്ക് കയറി. ഞാൻ പുറത്ത് നിന്ന് മാതാവിനോടും തിരുകുമാരനോടും മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവരുത്, എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായിട്ടും കിഡ്നി ബാക്കി എല്ലാം നോർമലായി കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചേച്ചി അകത്തോട്ട് കയറി. അതിനുശേഷം ചേച്ചി ഇറങ്ങി വന്നിട്ട് എടുത്ത് ഓളെ തട്ടിയിട്ട് പറഞ്ഞു, എൽദോസെ പേടിക്കണ്ട, സ്കാനിനകത്ത് ഒന്നുമില്ല, അവിടെ എല്ലാം നോർമലാണ്, എല്ലാം അവളുടെ കിഡ്നിയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും സൈസ് നോർമലാണെന്ന് എഴുതി വെച്ചേക്കണേ, അവിടെ അങ്ങനെ ഒരു മുഴയുള്ളതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ടെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവിനും 1000 നന്ദി, കോടി നന്ദി. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം.